നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയിൽ. നമ്മളിപ്പോൾ മഴക്കാലമൊക്കെയാണ്. ഈ മഴക്കാലം ഈ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ ഈ പറഞ്ഞ നാലുകെട്ട് പോലെയും മറ്റേ ഈ നമ്മുടെ ഒരു നില വീട്ടിൽ തന്നെ വീട്ടിനുള്ളിൽ പ്രകാശം കയറാനും മറ്റും നമ്മൾ ഈ പറഗോള സെറ്റ് ചെയ്യാറുണ്ട്. ഈ പറഗോള സെറ്റ് ചെയ്യുമ്പോൾ ഈ മഴ വരുന്ന സമയത്ത് ഇപ്പോൾ അത് നമ്മൾ ഒന്നെങ്കിൽ പെർമനൻ്റായിട്ട് നമ്മളതങ്ങ് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൂടെ എയർ സർക്കുലേഷനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല, വെട്ടം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ഓട്ടോമേഷൻ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഇതും കൊണ്ട് രണ്ട് പ്രയോജനമാണ്. ഒന്ന്, മഴയുള്ള സമയത്തും നമ്മുടെ വീട്ടിനുള്ളിൽ ആവശ്യത്തിനുള്ള വെട്ടം കയറും. അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നിടുകയും ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുവാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് റിമോട്ട് സിസ്റ്റം ഉണ്ട്. ആ റിമോട്ട് സിസ്റ്റത്തിൽ നമുക്ക് ഇത് തുറക്കാൻ പറ്റും. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ നീങ്ങി അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ കാറ്റ് ഉള്ളിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കാറ്റ് അതിനുള്ളിൽ കയറും. അതങ്ങനെ തുറന്ന് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള വെട്ടവും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മളിത് ഫുൾ ടൈം ഇങ്ങനെ തുറന്ന് കിടക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് ഇതില്ലാത്ത സിസ്റ്റം ആണെങ്കിൽ വെള്ളം ഫുള്ള് നമ്മുടെ മുറിക്കുള്ളിലേക്ക് വരികയും ക്രമേണ നമ്മുടെ ഈ പെയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് അടച്ചിടേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അടച്ചിടാനും പറ്റും. അതും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാം. താഴെ നമുക്ക് മാനുവൽ സ്വിച്ചുണ്ട്. സ്വിച്ചിലൂടെയും നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും. എയർ സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കൂടുതലും വൈദ്യുതി ലാഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ലൈറ്റുകളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ സാധനങ്ങൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്സ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇതിൻ്റെ ചാനൽ ആദ്യം സെറ്റ് ചെയ്യും. ഈ ചാനൽ സെറ്റ് ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം അറിയാവുന്ന നല്ലൊരു വെൽഡറെ കൊണ്ട് നമ്മൾ അതിൻ്റെ ചാനൽ സെറ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ മണ്ടയിൽ ഈ ഗ്ലാസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസ് തന്നെ എപ്പോഴും ഇടാൻ ശ്രദ്ധിക്കുക. ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് അത് നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ അത് ബ്രേക്ക് ആവുമോ എന്തെങ്കിലും ചെയ്താലും നമ്മൾ താഴേക്ക് ഇമ്പാക്റ്റുകൾ വരത്തില്ല. അതങ്ങനെ തന്നെ പൊട്ടിയായി നമ്മുടെ ഈ കാറിൻ്റെയൊക്കെ ചില്ല് പോലെ തന്നെ അങ്ങനെ നിൽക്കും. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റ ഗ്ലാസ്സായിട്ട് ഇടാതെ കണ്ട് നമുക്കതൊരു 3-4 പാർട്ടായിട്ട് ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇത് പൊട്ടുകയോ അങ്ങനെ ഒരിക്കലും ഇത് പൊട്ടില്ല. അതാണ് ഇതിനകത്തെ മെയിൻ ടഫൻ ഗ്ലാസിൻ്റെ മെയിൻ ഗുണം. അപ്പോൾ ഈ ഇൻ കേസ് എന്തെങ്കിലും ഒരു സംഭവം ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കിപ്പോൾ ആ ഫുള്ള് ഗ്ലാസ് മാറണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു പാർട്ടിൻ്റെ മാത്രം ഗ്ലാസ്സായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. പിന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇതിൻ്റെ ശബ്ദം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റാഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതേസമയം ചിലയിടത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിങ്ങനെ നീക്കുന്ന സമയത്ത് ഭയങ്കര ശബ്ദമായിരിക്കും ഇതിനുള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി കണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റാഡ് ഉപയോഗിച്ചാൽ ഈ സൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനുള്ള പ്രൊവിഷൻസ് നമ്മൾ ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻ കേസ് നമ്മളിത് വീട് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ എല്ലാം പൈപ്പ് ലൈനും കാര്യങ്ങളും എല്ലാം പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയ വീട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ്, ഇതിപ്പോൾ നമുക്ക് കരുനാഗപ്പള്ളിയുള്ള ഒരു ടീമാണ് നമുക്ക് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് തരാം. ഇപ്പം ഞാനിതിൻ്റെ റിവ്യൂ ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഇതിനകത്തൊരു ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിത് എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ മെയിൻ ഒരു കാര്യം, ഇതിനകത്ത് വരുന്ന ഒരു സിംഗിൾ മോട്ടറാണ്. ഈ മോട്ടറും ഈ പറഞ്ഞതുപോലെ നമ്മൾ പണിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി നമ്മളത് മോട്ടർ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്താൽ അത് പെർഫെക്റ്റായിട്ട് ആ മോട്ടർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കവറിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ മോട്ടർ നാശമാകാതെ ഇരിക്കും. അതിന് കവറിങ്ങിൻ്റെ ആവശ്യമില്ല, പക്ഷെ നമ്മളൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ കവറിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഒരു ലൈറ്റ് ബീഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബീഡിങ് സാധാരണ ആരും അതങ്ങനെ ശ്രദ്ധിക്കത്തില്ല, കൊടുക്കത്തുമില്ല.
അപ്പോൾ നമ്മളൊരു കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിലേക്ക് വരത്തില്ല, ഈ ബീഡിങ്ങിൽ തട്ടി താഴോട്ടങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അത്രയും പെർഫെക്ഷനായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട് വെക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്താൽ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് കരുനാഗപ്പള്ളിയിലുള്ള ഒരു കിങ്സ്ലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ എല്ലാവിധ ഓട്ടോമേഷൻ സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ ഈ ഓട്ടോമേഷൻ സിസ്റ്റം ചെയ്യാൻ അവർ വളരെ എക്സ്പേർട്ട് ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരത് മനസ്സിലാക്കിയിട്ട് അത് ഏത് രീതിയിൽ അത് കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് അഡ്വൈസ് തരും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനൊരു ആവശ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം സൈറ്റ് വിസിറ്റ് ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലാണ് നമ്മൾ ഈ പറഞ്ഞ വയറിങ്ങും കാര്യങ്ങളും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ചെയ്യിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ഭംഗിയായിട്ട് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഇൻ കേസ് അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സിലിക്കൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സിലിക്കൺ നമ്മൾ ഈ നോർമൽ സിലിക്കൺ വാങ്ങിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈട് നിൽക്കത്തില്ല. എപ്പോഴും വെയിലും മഴയും വരുന്നതാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. അപ്പോൾ ആ സിലിക്കൺ നല്ല ഹൈ ക്വാളിറ്റി സിലിക്കൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇവർ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ഇത് ഫുള്ള് ഓട്ടോമേഷൻ വർക്ക് ചെയ്തു തരുന്നത്. അപ്പം നമുക്കിതിനകത്ത് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടിടുക, അതിൻ്റെ റിപ്ലൈ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പം ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.